പൊക്രാനൊക്കെ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ നമ്മൾ അതിനെ നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിർത്തിയിൽ ജയ്സൽമറിലും ബാർമറിലും ശ്രീഗംഗാ നഗറിലുമൊക്കെ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. ആളുകളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ ആ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ബസന്ത്? അറിയാം, ബാർമേഡ് ഒരു അതിർത്തി ജില്ലയാണ്. അതായത് ബാർമേഡ് അടക്കമുള്ള രാജസ്ഥാനിലെ സ്ഥലങ്ങളൊക്കെ ജയ്സാൽമർ ഇതെല്ലാം അതിർത്തി പ്രദേശങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ വലിയ തോതിലുള്ള മുന്നറിയിപ്പുകളും യുദ്ധ സാഹചര്യം നേരിടുന്നതിനുള്ള സന്നാഹങ്ങളുമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. പാകിസ്ഥാനിലെ നിന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ വരികയാണെങ്കിൽ ആദ്യം വരുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ്. ഗുജറാത്തിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലുമുള്ള അതിർത്തിയുമായി പങ്കുവെക്കുന്ന നിയന്ത്രണ രേഖ സമീപമുള്ള ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കരസേന അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഇന്ത്യയുടെ ഔദ്യോഗികമായ കൺഫർമേഷനാണ്, അല്ലെങ്കിൽ പുറത്തുവിടലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് സേനാ പ്രതിനിധി സോഫിയ ഖുറേഷി പറഞ്ഞത്. അതായത് നമുക്ക് വിവരമുണ്ട്, പാകിസ്ഥാൻ്റെ കരസേന കാലാൾപ്പട ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ക്രെഡിബിൾ ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു കരയുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നടക്കുന്നത് വ്യോമാക്രമണങ്ങൾ മാത്രമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചു, പോർവിമാനങ്ങൾ ഉപയോഗിച്ചുമുള്ള യുദ്ധമാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത്, അല്ലെങ്കിൽ സംഘർഷമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത്. പക്ഷേ അതിൻ്റെ കൂടുതൽ പ്രകോപനത്തിനായി ആ സംഘർഷം എസ്കലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാലാൾപ്പട നേരിട്ട് യുദ്ധമുഖത്തേക്ക് വിട്ടുകൊണ്ട് ഒരു കരയുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യയും അതിന് ബസന്ത് അതേപോലെ തന്നെ ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്രയേറെ പറഞ്ഞിട്ടും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനാകുമോ പാകിസ്ഥാന്റെ ശ്രമം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കരയുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് സേനാ വക്താവ് സോഫിയ ഖുറേഷി, കേണൽ സോഫിയ ഖുറേഷി പങ്കുവച്ചത്. അതായത് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ, അതായത് ഇന്ത്യയുടെ കനത്ത പ്രഹരശേഷിയുള്ള വ്യോമാക്രമണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ എല്ലാ അസറ്റ്സും തകർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. ഇനി ഒരു വ്യോമാക്രമണത്തിന് അല്ലെങ്കിൽ പോർ വിമാനം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാന് ശേഷിയില്ല എന്നുള്ള സൂചന നൽകുന്നതാണ് ഈ കര യുദ്ധത്തിന് പാകിസ്ഥാൻ